പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, +1 കൊമേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വിദ്യാർത്ഥികളുടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പേപ്പറിന്റെ ഒന്നാമത്തെ ചാപ്റ്റർ ഫണ്ടമെന്റ്സ് ഓഫ് കമ്പ്യൂട്ടർ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫണ്ടമെന്റ്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന ഒന്നാമത്തെ ചാപ്റ്ററിൽ ഇന്ന് ഈ ഒരു ഡിസ്കഷനിൽ ഡാറ്റ ഇൻഫർമേഷൻ, ഡാറ്റ പ്രോസസിംഗ് സൈക്കിൾ എന്ന ഒരു ചെറിയ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ടോപ്പിക് ഒന്നാമത്തെ ചാപ്റ്ററിൽ ഫസ്റ്റ് സെക്ഷനിൽ ഉൾപ്പെടുന്ന ഒരു ടോപ്പിക്കാണ്. പൊതുപരീക്ഷയ്ക്ക് പല രൂപത്തിലും നമുക്ക് ഈ ഒരു ഒന്നാമത്തെ സെക്ഷനിൽ ഉൾപ്പെടുന്ന ഡാറ്റ ഇൻഫർമേഷൻ, ഡാറ്റ പ്രോസസിംഗ് സൈക്കിൾ എന്ന ടോപ്പിക്സിൽ ഉൾപ്പെടുന്ന ചോദ്യങ്ങൾ പലപ്പോഴും പൊതുപരീക്ഷയ്ക്ക് ലഭിക്കാറുണ്ട്. വളരെ സിമ്പിൾ ആയ ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്. നമുക്ക് ആദ്യം ഡാറ്റ എന്താണ് ഇൻഫർമേഷൻ എന്താണെന്ന് നോക്കാം. ഡാറ്റ denotes raw facts and figures such as numbers, words, amount, quantity, etc. that can be processed or manipulated. ഡാറ്റ എന്ന് പറഞ്ഞാൽ റോ ഫാക്ട്സ് അല്ലെങ്കിൽ ഫിഗേഴ്സ് ആണ് ഡാറ്റ. റോ എന്ന് പറഞ്ഞാൽ യാതൊരു രൂപത്തിലുള്ള മാറ്റങ്ങൾ വരുത്തിയില്ല, യാതൊരു രൂപത്തിലുള്ള പ്രോസസ്സിംഗ് ചെയ്തിട്ടില്ല. എന്നാൽ റോ രൂപത്തിലുള്ള ഫാക്ട്സും ഫിഗേഴ്സിനെയാണ് ഡാറ്റ എന്ന് പറയുന്നത്. അതൊരു നമ്പർ ആവാം, അല്ലെങ്കിൽ വേർഡ് ആവാം, ഒരു എമൗണ്ടിനെ സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയെ സൂചിപ്പിക്കുന്നു. അത് യാതൊരു രൂപത്തിലുള്ള പ്രോസസ്സിംഗ് അല്ലെങ്കിൽ മാനിപ്പുലേഷൻ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് റോ എന്ന് പറയുന്നത്. റോ എന്ന് പറഞ്ഞാൽ യാതൊരു രൂപത്തിലുള്ള പ്രോസസ്സിങ്ങോ അല്ലെങ്കിൽ മാനിപ്പുലേഷനോ ചെയ്തിട്ടില്ല. ഇനിയും ഇൻഫർമേഷൻ എന്താണെന്ന് നോക്കാം. അറേഞ്ച്ഡ് ആൻഡ് മീനിങ് ഫോം ഓഫ് ഡാറ്റ ഈസ് കോൾഡ് ഇൻഫർമേഷൻ. ഡാറ്റയുടെ മീനിങ് ഫുള്ളും അറേഞ്ച്ഡ് ഫോമിനെയാണ് നമ്മൾ ഇൻഫർമേഷൻ എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് എ പ്രോസസ്ഡ് ഫോം ഓഫ് ഡാറ്റ. ഡാറ്റയുടെ പ്രോസസ്ഡ് ആയ രൂപമാണ്. ഇൻഫർമേഷൻ ക്യാൻ ആക്ട് ആസ് ഡാറ്റ. ഇൻഫർമേഷൻ വേണമെങ്കിൽ ഡാറ്റ ആയിട്ട് ആക്ട് ചെയ്യാം ചില അവസരത്തിൽ. ഡാറ്റയെ കുറിച്ച് പറഞ്ഞ ഡാറ്റ ഈസ് ലൈക്ക് റോ മെറ്റീരിയൽ. റോ മെറ്റീരിയലിന് ഇക്വലന്റ് ആണ് ഡാറ്റ എന്ന് പറയുന്നത്. എന്നാൽ ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റിന് ഇക്വലന്റ് ആണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഇൻഫർമേഷൻ ആഡ്സ് ടു നോളജ്. കൂടുതൽ ഇൻഫർമേഷൻ നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ നോളജ് ലഭിക്കുന്നു. അങ്ങനെ ഇൻഫർമേഷൻ നമ്മുടെ നോളജ് ഇൻക്രീസ് ചെയ്യുന്നു. ഇൻഫർമേഷനെ കുറിച്ച് നമുക്ക് പഠിക്കേണ്ട കാര്യമാണ്, നമ്മൾ പഠിച്ച കാര്യമാണ്. ഇൻഫർമേഷൻ മീൻസ് മീനിങ് ഫുൾ ആൻഡ് അറേഞ്ച്ഡ് ഫോം ഓഫ് ഡാറ്റ. ഡാറ്റയുടെ വളരെ ക്രമീകൃതമായ ഒരു രൂപം അല്ലെങ്കിൽ പ്രോസസ്ഡ് രൂപത്തിലുള്ള ഡാറ്റയാണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഡാറ്റയെ കുറിച്ച് പറഞ്ഞു യാതൊരു രൂപത്തിലുള്ള പ്രോസസ്സിംഗ് അല്ലെങ്കിൽ മാനിപ്പുലേഷൻ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് അതിനെ റോ ഫാക്ട്സ് എന്ന് അല്ലെങ്കിൽ റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് എന്ന് വിളിക്കുന്നത്. റോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് പ്രോസസ്ഡ് ഓർ മാനിപ്പുലേറ്റഡ്. യാതൊരു രൂപത്തിലുള്ള അല്ലെങ്കിൽ യാതൊരു രീതിയിലുള്ള മാനിപ്പുലേഷനോ ഡാറ്റയിൽ ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ഡാറ്റയും ഇൻഫർമേഷൻ തമ്മിലുള്ള ഒരു കമ്പാരിസൺ നോക്കാം. ഡാറ്റ എന്ന് പറയുന്നത് റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആണ് ഡാറ്റ. റോ മീൻസ് ഇറ്റ് ഈസ് നോട്ട് പ്രോസസ്ഡ് ഓർ മാനിപ്പുലേറ്റഡ്. ഇനി ഇൻഫർമേഷൻ നോക്കിയാൽ പ്രോസസ്ഡ് ഡാറ്റ. ഡാറ്റയെ പ്രോസസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇൻഫർമേഷൻ ലഭിക്കുന്നത്. ഇനിയും ഡാറ്റയുടെ അടുത്തൊരു വ്യത്യാസം നോക്കിയാൽ സിമിലർ ടു റോ മെറ്റീരിയൽ. റോ മെറ്റീരിയൽ ഈക്വൽ ആണ്. ഇൻഫർമേഷൻ നോക്കിയാൽ സിമിലർ ടു ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. കാരണം ഡാറ്റ പ്രോസസ് ചെയ്താണ് ഇൻഫർമേഷൻ കിട്ടുന്നത്. അതുകൊണ്ട് ഫിനിഷ്ഡ് രൂപത്തിലുള്ള ഒരു കാര്യമാണ് ഇൻഫർമേഷൻ, അല്ലെങ്കിൽ ഫിനിഷ്ഡ് പ്രോഡക്റ്റിന് ഇക്വലന്റ് ആണ് ഇൻഫർമേഷൻ. ഡാറ്റയുടെ അടുത്ത പ്രത്യേകത ഇറ്റ് കനോട്ട് ബി ഡയറക്ട്ലി യൂസ്. ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നില്ല. ഇൻഫർമേഷൻ ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടി വരുന്നു. ഇറ്റ് ആഡ്സ് നോളജ്, ഹെൽപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. അതുപോലെ തന്നെ ഡാറ്റയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡസ് നോട്ട് ഗീവ് എ ക്ലിയർ മീനിങ്. ക്ലിയർ ആയ മീനിങ് നമുക്ക് തരുന്നില്ല. എന്നാൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ക്ലിയറും മീനിങ് ഫുള്ളും ആണ്. അങ്ങനെ ഇൻഫർമേഷൻ നമ്മുടെ നോളജ് ആഡ് ചെയ്യുന്നു, ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നു. പൊതുപരീക്ഷ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം. എന്താണ് ഡിസിഷൻ മേക്കിംഗ് ഹെൽപ്പ് ചെയ്യുന്നത്? ഡാഷ് ഹെൽപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഇൻഫർമേഷൻ ആണ് ഡിസിഷൻ മേക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. കാരണം ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ നമുക്കൊരു ഡിസിഷൻ എത്താൻ സഹായിക്കുന്നു, അല്ലെങ്കിൽ ഡിസിഷൻ മേക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. എന്നാൽ ഡാറ്റ ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതിനേക്കാണ് അതൊരു റോ രൂപത്തിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രോസസ്ഡ് ഡാറ്റയാണ് ഇൻഫർമേഷൻ. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇൻഫർമേഷനെ യൂസ് ചെയ്യാം. ക്ലിയറും മീനിങ് ഫുൾ ആണ്. എന്നാൽ ഡാറ്റ എന്ന് പറയുന്നത്
പ്രിസൈസും ക്ലിയർ ആയ ഒരു മീനിങ് നമുക്ക് കൺവേ ചെയ്യുന്നില്ല. കാരണം ഡേറ്റ ഈസ് ഈക്വലന്റ് ടു റോ മെറ്റീരിയൽ എന്ന് നമ്മൾ പഠിച്ചു. റോ മെറ്റീരിയൽ ഈക്വലന്റ് ആണ് ഡേറ്റ, എന്നാൽ ഫിനിഷ്ഡ് പ്രോഡക്റ്റിന് ഈക്വലന്റ് ആണ് ഇൻഫർമേഷൻ. എന്നാൽ ഡേറ്റയും ഇൻഫർമേഷനും രണ്ട് വ്യത്യസ്തമായ എൻറ്റിറ്റി ആണെന്ന് ഓർക്കുക. ഇനി നമുക്ക് ഡേറ്റ പ്രോസസിംഗ് എന്താണെന്ന് നോക്കാം. ഡേറ്റ പ്രോസസിംഗ് റെഫേഴ്സ് ടു ദ ഓപ്പറേഷൻ or activities performed on data to generate information. ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഡേറ്റയിൽ പെർഫോം ചെയ്യുന്ന ഓപ്പറേഷനുകളെ അല്ലെങ്കിൽ ആക്ടിവിറ്റീസിനെയാണ് ഡേറ്റ പ്രോസസിംഗ് എന്ന് പറയുന്നത്. സോ ഡേറ്റ പ്രോസസിംഗ് റെഫേഴ്സ് ടു ദ ഓപ്പറേഷൻ ഓർ ആക്ടിവിറ്റീസ് പെർഫോംഡ് ഓൺ ഡേറ്റ ടു ജനറേറ്റ് ഇൻഫർമേഷൻ. ഡേറ്റ ഇൻഫർമേഷനിലോട്ട് മാറ്റുന്ന പ്രക്രിയയാണ് ഡേറ്റ പ്രോസസിംഗ്. ഡേറ്റ പ്രോസസിംഗിന് ഇൻപുട്ട്, the input of data processing is data and the output is information. വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഡേറ്റ പ്രോസസിംഗിന് ഇൻപുട്ട്, ദ ഇൻപുട്ട് ഓഫ് ഡേറ്റ പ്രോസസിംഗ് എന്ന് പറയുന്ന ഡേറ്റയാണ്. ഡേറ്റ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നു, അതിനെ പ്രോസസ് ചെയ്യുന്നു, അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു, ഇൻഫർമേഷൻ ആയിട്ട് ഔട്ട്പുട്ട് ചെയ്യുന്നു. ഏതൊരു കമ്പ്യൂട്ടർ നോക്കിയാൽ അവിടെ ഇൻപുട്ട് ഉണ്ട്, ഔട്ട്പുട്ട് ഉണ്ട്. അതുപോലെയാണ് ഡേറ്റ പ്രോസസിംഗിനും ഇൻപുട്ട് ഉണ്ട്, ഔട്ട്പുട്ട് ഉണ്ട്. ഡേറ്റ പ്രോസസിംഗിന് ഇൻപുട്ട് എന്ന് പറയുന്നത് ഡേറ്റയാണ്. ആ ഡേറ്റ സ്വീകരിക്കുന്നു, ഡേറ്റയെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു, ഇൻഫർമേഷൻ ആയിട്ട് ഔട്ട്പുട്ട് ചെയ്യുന്നു. സോ ദ ഇൻപുട്ട് ഓഫ് ഡേറ്റ പ്രോസസിംഗ് ഈസ് ഡേറ്റ ആൻഡ് ദ ഔട്ട്പുട്ട് ഈസ് ഇൻഫർമേഷൻ. ഇൻഫർമേഷന്റെ പ്രാധാന്യം പറഞ്ഞു. ഇൻഫർമേഷൻ ഹെൽപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഇൻഫർമേഷൻ ആഡ്സ് നോളജ്. ഇറ്റ് ക്യാൻ ബി ഡയറക്ട്ലി യൂസ്. ഇതൊക്കെയാണ് ഇൻഫർമേഷന്റെ ഒരു പ്രാധാന്യം. ഇൻഫർമേഷൻ ഈസ് ഈക്വലന്റ് ടു ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. ഫിനിഷ്ഡ് പ്രോഡക്റ്റിന് ഈക്വലന്റ് ആണ് ഇൻഫർമേഷൻ. എന്നാൽ ഡേറ്റയുടെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഡേറ്റ നമുക്ക് ഡയറക്റ്റ് ആണ് യൂസ് ചെയ്യാൻ കഴിയുന്നില്ല. ഡേറ്റ കനോട്ട് ബി ഡയറക്ട്ലി യൂസ്. ഇറ്റ് ഈസ് ഈക്വലന്റ് ടു റോ മെറ്റീരിയൽ. ഇറ്റ് ഡസ് നോട്ട് ഗീവ് എ ക്ലിയർ ഓർ പ്രിസൈസ് മീനിങ്. ക്ലിയർ അല്ല, പ്രിസൈസ് ആയ മീനിങ് നമുക്ക് ഡേറ്റ നൽകുന്നില്ല. അങ്ങനെ ഡേറ്റ ഇൻഫർമേഷനിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രക്രിയയാണ് ഡേറ്റ പ്രോസസിംഗ് എന്ന് പറയുന്നത്. ഈ ഡേറ്റ പ്രോസസിംഗ് നമുക്ക് രണ്ട് രൂപത്തിൽ ചെയ്യാം. ഒന്ന് മാനുവൽ ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് ഡേറ്റ പ്രോസസിംഗ് എന്ന് പറയുന്ന പ്രക്രിയയും നമുക്ക് ചെയ്യാം. ഇനി അടുത്ത പഠിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഡേറ്റ പ്രോസസിംഗ് സൈക്കിൾ. ഇനി ആ ഡെഫിനിഷൻ നോക്കിയാൽ ഡേറ്റ പ്രോസസിംഗ് സൈക്കിൾ ഈസ് എ സീരീസ് ഓഫ് സ്റ്റെപ്സ് വിച്ച് കൺവേർട്സ് ഡേറ്റ ഇൻടു ഇൻഫർമേഷൻ. ഡേറ്റ ഇൻഫർമേഷനോട്ട് കൺവേർട്ട് ചെയ്യുന്ന സീരീസ് ഓഫ് സ്റ്റെപ്പ്. സീരീസ് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ സ്റ്റെപ്പുകൾ. ഡേറ്റയെ ഇൻഫർമേഷനിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സീരീസ് ഓഫ് സ്റ്റെപ്പുകളെയാണ് ഡേറ്റ പ്രോസസിംഗ് സൈക്കിൾ എന്ന് പറയുന്നത്. സൈക്കിൾ എന്ന് വിളിക്കുന്നു. ഡേറ്റ പ്രോസസിംഗ് സൈക്കിളിനകത്ത് 6 സ്റ്റേജുകളുണ്ട്. ഡേറ്റ പ്രോസസിംഗ് സൈക്കിൾ കൺസിസ്റ്റ് ഓഫ് 6 സ്റ്റേജസ്. ഒന്നാമത്തെ ഘട്ടമാണ് ക്യാപ്ചറിംഗ് ഡേറ്റ. 2 ഇൻപുട്ട് ഓഫ് ഡേറ്റ. 3 സ്റ്റോറേജ്. 4 പ്രോസസിംഗ് അല്ലെങ്കിൽ മാനിപ്പുലേഷൻ. 5 ഔട്ട്പുട്ട് ഓഫ് ഇൻഫർമേഷൻ. 6 ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ. ഈ ഒരു ക്രമം കൃത്യമായി പഠിച്ചു പോകുക. കാരണം പലപ്പോഴും ഈ ഒരു ക്രമം നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കാം. വാട്ട് ഈസ് ദ കറക്റ്റ് ഓർഡർ ഓഫ് ഡാറ്റ പ്രോസസിംഗ് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ വിച്ച് ഈസ് ദ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ഡാറ്റ പ്രോസസിംഗ് എന്ന് ചോദിക്കും. ഡാറ്റ പ്രോസസിംഗിലെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ ആണെന്ന് പറഞ്ഞു. ആദ്യ സ്റ്റേജ് ആണ് ക്യാപ്ചറിംഗ് ഡാറ്റ. ഡേറ്റയെ ക്യാപ്ചർ ചെയ്യുന്നു, പിന്നീട് ഡേറ്റ ഇൻപുട്ട് ചെയ്യുന്നു, ഡേറ്റ സ്റ്റോർ ചെയ്യുന്നു. 4ാമത്തെ ഘട്ടത്തിൽ ഡേറ്റയെ പ്രോസസ് ചെയ്യുന്നു അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്നു. 5ാമത്തെ ഘട്ടത്തിൽ ഇൻഫർമേഷൻ ഔട്ട്പുട്ട് ചെയ്യുന്നു. 6ാമത്തെ ഘട്ടത്തിൽ ഇൻഫർമേഷനെ ബെനഫിഷ്യറീസിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ 6 സ്റ്റേജുകളായിട്ട് നടക്കുന്ന ഒരു സീരീസ് ഓഫ് ആക്ടിവിറ്റീസ് ആണ് ഡാറ്റ പ്രോസസിംഗ് സൈക്കിൾ എന്ന് പറയുന്നത്. സോ ഡാറ്റ പ്രോസസിംഗ് സൈക്കിൾ ഈസ് എ സീരീസ് ഓഫ് ആക്ടിവിറ്റീസ് വിച്ച് കൺവേർട്സ് ഡേറ്റ ഇൻടു ഇൻഫർമേഷൻ. ഡേറ്റ ഇൻഫർമേഷനോട് കൺവേർട്ട് ചെയ്യുന്നു. കാരണം ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ഡിസിഷൻ മേക്ക് ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമ്മൾ എപ്പോഴും ഡേറ്റ കൊടുക്കുന്നു, ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നു. ഇനിയും ഈ ഒരു സൈക്കിളിന്റെ നമുക്ക് വിശദമായി നോക്കിയാൽ 1ാമത്തെ ഘട്ടമാണ് ക്യാപ്ചറിംഗ് ഡേറ്റ. This is the first stage in data processing. It involves collecting the required data for processing. ഡേറ്റ കളക്ട് ചെയ്യുന്നു, അതാണ് ക്യാപ്ചറിംഗ് എന്ന് പറയുന്നത്.
സോഴ്സ് ഡോക്യുമെന്റ് എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യും. അതുപോലെ തന്നെ ഹാർഡ് കോപ്പി നമ്മൾ പ്രിന്റ് എടുക്കുന്നു. പ്രിപ്പറേഷൻ ഓഫ് ഹാർഡ് കോപ്പി ആൻഡ് ഡേറ്റ കളക്ഷൻ ആർ ദ ആക്ടിവിറ്റീസ് ഇൻ ദ സ്റ്റേജ്. അപ്പൊ ക്യാപ്ചറിംഗ് ഡേറ്റയിൽ ഹാർഡ് കോപ്പി എടുക്കുന്നു, ഡേറ്റ കളക്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ സോഴ്സ് ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യുന്നു. രണ്ടാമത്തെ സ്റ്റേജാണ് ഇൻപുട്ട്. ദ ഡേറ്റ ഈസ് എക്സ്ട്രാക്റ്റഡ് ആൻഡ് ഫെഡ് ഇൻ ടു ദ കമ്പ്യൂട്ടർ. ഡേറ്റ എക്സ്ട്രാക്ട് ചെയ്ത് ഡേറ്റ കമ്പ്യൂട്ടറിലോട്ട് എൻറ്റർ ചെയ്യുന്നു. ഫീഡിംഗ് മീൻസ് എന്ററിംഗ് ഡേറ്റ ഇൻ ടു കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിലോട്ട് ഡേറ്റ ഇൻപുട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇൻപുട്ട് ഡിവൈസ് ഉപയോഗിച്ച് ഇൻപുട്ട് ചെയ്യുന്നു. മൂന്നാമത്തെ സ്റ്റേജ് ആണ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. ദ ഡേറ്റ ഇൻപുട്ട് അറ്റ് ഡിഫറെന്റ് ടൈംസ് ഈ സ്റ്റോർഡ് ഇൻ ദ മെമ്മറി. മെമ്മറി ഡേറ്റ പല ഘട്ടത്തിൽ സ്റ്റോർ ചെയ്യുന്നു. The information obtained as a result of processing is also stored in the computer. പ്രോസസിംഗിന്റെ ഫലമായി കിട്ടുന്ന ഇൻഫർമേഷനെയും സ്റ്റോർ ചെയ്ത്, കാരണം ഇൻഫർമേഷനെ ഒരു ഘട്ടത്തിലുള്ള ഇൻഫർമേഷൻ ഡേറ്റയായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഡേറ്റയും ഇൻഫർമേഷനുമാണ് ഫ്യൂച്ചർ പർപ്പസിന് വേണ്ടി, അല്ലെങ്കിൽ ഭാവിയുടെ ഉപയോഗത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഭാവിയിൽ ഉപയോഗിക്കാൻ വേണ്ടി മെമ്മറി ഈ ഡേറ്റയും ഇൻഫർമേഷനും സ്റ്റോർ ചെയ്യുന്നു. അങ്ങനെ ആദ്യത്തെ 3 ഘട്ടങ്ങളാണ് ക്യാപ്ചറിംഗ് ഡേറ്റ, ഇൻപുട്ട്, സ്റ്റോറേജ്. ഡേറ്റ ക്യാപ്ചറിംഗ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സോഴ്സ് ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യുന്നു. റിലവന്റ് ഡേറ്റ, നമുക്ക് ആവശ്യമുള്ള ഡേറ്റ ഉപയോഗിച്ച് സോഴ്സ് ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യുന്നു. സോഴ്സ് ഡോക്യുമെന്റ് ഹാർഡ് കോപ്പി പ്രിന്റ് എടുക്കുന്നു. ഡേറ്റ കളക്ഷൻ പോലെയുള്ള കാര്യങ്ങളാണ് ക്യാപ്ചറിംഗ് ഡേറ്റ എന്ന ഒന്നാമത്തെ ഘട്ടത്തിൽ നടക്കുന്നത്. രണ്ടാമത്തെ ഘട്ടത്തിൽ ഡേറ്റ ഫീഡ് ചെയ്യുന്നു. ഈ നാലാമത്തെ ഘട്ടം എന്ന് പറയുന്ന പ്രോസസ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സ്റ്റേജ് ആണ് പ്രോസസ്. ദ ഡേറ്റ സ്റ്റോർഡ് ഇൻ കമ്പ്യൂട്ടർ ഈസ് റിട്രീവ്ഡ് ഫോർ പ്രോസസിംഗ്. അതായത് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്ന ഡേറ്റ എടുക്കുന്നു, അതിനെ റിട്രീവ് ചെയ്യുന്നു. വേരിയസ് ഓപ്പറേഷൻ ലൈക്ക് കാൽക്കുലേഷൻ, ക്ലാസിഫിക്കേഷൻ, കമ്പാരിസൺ, സോർട്ടിംഗ്, ഫിൽറ്ററിംഗ്, സമ്മറൈസിംഗ് ആർ ക്യാരിഡ് ഔട്ട് ആസ് എ പാർട്ട് ഓഫ് പ്രോസസിംഗ്. പ്രോസസിംഗിന്റെ ഭാഗമായി കാൽക്കുലേഷൻ പെർഫോം ചെയ്യുന്നു, ക്ലാസിഫിക്കേഷൻ പെർഫോം ചെയ്യുന്നു, കമ്പാരിസൺ പെർഫോം ചെയ്യുന്നു, സോർട്ടിംഗ് പെർഫോം ചെയ്യുന്നു, ഫിൽറ്ററിംഗ് പെർഫോം ചെയ്യുന്നു, സമ്മറൈസിംഗ് പോലെയുള്ള കാര്യങ്ങൾ പെർഫോം ചെയ്യുന്നു. അപ്പൊ ഡേറ്റയെ പല രൂപത്തിലുള്ള കാൽക്കുലേഷൻ പെർഫോം ചെയ്താണ് പ്രോസസിംഗ് നടക്കുന്നത്. ഇനി അഞ്ചാമത്തെ സ്റ്റേജ് എന്ന് പറയുന്ന ഔട്ട്പുട്ട് ആണ്. ദ ഇൻഫർമേഷൻ ഒബ്റ്റെയിൻഡ് ആഫ്റ്റർ പ്രോസസിംഗ് ഈസ് അവൈലബിൾ ഇൻ ദ സ്റ്റേജ്. ഈ ഒരു ഘട്ടത്തിലാണ് പ്രോസസിംഗിന്റെ റിസൾട്ട് ആയ ഫലമായി കിട്ടുന്ന ഇൻഫർമേഷൻ ലഭ്യമാകുന്നത്. ഔട്ട്പുട്ട് സ്റ്റേജ് ഷുഡ് പ്രൊവൈഡ് ദ ഇൻഫർമേഷൻ ഇൻ എ ഫോം ദാറ്റ് ഇറ്റ് ഈസ് ഹെൽപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മേക്കിങ്ങിന് അനുയോജ്യമായ രൂപത്തിൽ ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യണം. അതാണ് ഔട്ട്പുട്ട് സ്റ്റേജിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. കാരണം ഡിസിഷൻ മേക്കിംഗ് ഹെൽപ്പ് ചെയ്യുന്നു ഇൻഫർമേഷൻ. ആറാമത്തെ സ്റ്റേജിൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ ആണ്. The information obtained in the output stage is distributed to beneficiaries. Beneficiaries എന്ന് പറയുന്ന വ്യക്തികൾക്ക്, അതായത് ഇൻഫർമേഷൻ ആവശ്യമുള്ള വ്യക്തികൾ, അവരെയാണ് നമ്മൾ ബെനിഫിഷ്യറീസ് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ബെനിഫിഷ്യറീസിന് ഇൻഫർമേഷൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഈ ഇൻഫർമേഷന്റെ പ്രാധാന്യം പറഞ്ഞു. ബെനിഫിഷ്യറീസ് ടേക്ക് ഡിസിഷൻ ഓർ സോൾവ് പ്രോബ്ലംസ് അക്കോർഡിംഗ് ടു ദ ഇൻഫർമേഷൻ. ഇൻഫർമേഷന്റെ സഹായത്തോടു കൂടി ബെനിഫിഷ്യറീസ് ഡിസിഷൻ മേക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നു. അങ്ങനെ 6 വ്യത്യസ്തമായ സ്റ്റേജിലൂടെയാണ് ഡേറ്റ പ്രോസസിംഗ് എന്ന ആക്ടിവിറ്റി കടന്നു പോകുന്നത്. ഡേറ്റ പ്രോസസിംഗ് ഈസ് എ സീരീസ് ഓഫ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു. ഇനി നമുക്ക് ടെക്സ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. അതിൽ ഒന്നാമത്തെ ചോദ്യം, റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആർ നോൺ ആസ് ഡാഷ്. അതിന്റെ ഉത്തരമാണ് ഡേറ്റ. റോ ആയിട്ടുള്ള ഫോമിലാണ് ഡേറ്റ. 2, പ്രോസസ് ഡേറ്റ ഈസ് നോൺ ആസ് ഡാഷ്. ഉത്തരമാണ് ഇൻഫർമേഷൻ. പ്രോസസ് ഡേറ്റയാണ് ഇൻഫർമേഷൻ. 3, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹെൽപ്സ് ടു ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മേക്കിംഗ് ഹെൽപ്പ് ചെയ്യുന്നത് ഇൻഫർമേഷൻ ആണ്. നേരത്തെ പറഞ്ഞു ഇൻഫർമേഷൻ ആഡ്സ് നോളജ്, ഇൻഫർമേഷൻ ഹെൽപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. 4, മാനിപ്പുലേഷൻ ഓഫ് ഡേറ്റ ടു ഗെറ്റ് ഇൻഫർമേഷൻ ഈസ് നോൺ ആസ് ഡാഷ്. ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി ഡേറ്റയുടെ മാനിപ്പുലേഷൻ ആണ് ഡേറ്റ പ്രോസസിംഗ് അല്ലെങ്കിൽ പ്രോസസിംഗ്. 5, അറേഞ്ച് ദ ഫോളോയിങ് പ്രോപ്പർ ഓർഡർ. കൃത്യമായ ഓർഡറിൽ ഇതിനെ അറേഞ്ച് ചെയ്യുക. നമുക്കറിയാം ഇൻപുട്ട്, ഡേറ്റ ക്യാപ്ചർ ഇൻപുട്ട്,
സ്റ്റോറേജ്, പ്രോസസിംഗ്, ഔട്ട്പുട്ട്, ഡിസ്ട്രിബ്യൂഷൻ. അതാണ് കൃത്യമായ ക്രമം എന്ന് പറയുന്നത്. ഇനി ആറ് പിക്ക് ദ ഓർഡർ ആൻഡ് ഗീവ് റീസൺ. കൂട്ടത്തിൽ പെടാത്തത് തിരിച്ചറിയുക. കൂട്ടത്തിൽ പെടാത്തത് സ്റ്റോറേജ് ആണ്. ബാക്കി കാൽക്കുലേഷനും കമ്പാരിസണും കാറ്റഗറൈസേഷനും എന്ന് പറയുന്നത് പ്രോസസിംഗിന്റെ ഭാഗമാണ്. നല്ലൊരു ചോദ്യമാണ്. കൂട്ടത്തിൽ പെടാത്തത് തിരിച്ചറിയുക. കാരണം സ്റ്റോറേജ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഡേറ്റ പ്രോസസിംഗ് ഇൻവോൾവ് ചെയ്യുന്നില്ല. ബാക്കി എല്ലാ സ്റ്റെപ്പുകളും ഡേറ്റ പ്രോസസിംഗിനകത്ത് ഉൾപ്പെടുന്നതാണ്. കാൽക്കുലേഷൻ, കമ്പാരിസൺ, കാറ്റഗറൈസേഷൻ. ഏഴ്, വൈ ഡു വി സ്റ്റോർ ഇൻഫർമേഷൻ. ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നത് ഡിസിഷൻ മേക്കിംഗ് ചെയ്യാൻ വേണ്ടിയാണ്. ഫ്യൂച്ചർ യൂസിന് വേണ്ടി ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്തേ പറ്റൂ. എട്ട്, ഇൻഫർമേഷൻ മേ ആക്സ് ആസ് ഡേറ്റ. ട്രൂ ഓർ ഫോൾസ്? ട്രൂ ആണ്. ഇൻഫർമേഷൻ മേ ആക്സ് ആസ് ഡേറ്റ ഇൻ അനദർ സ്റ്റേജ് ഓർ അനദർ പർപ്പസ്. വേറൊരു രൂപത്തിൽ വേണമെങ്കിൽ ഇൻഫർമേഷൻ ഡേറ്റയായിട്ട് ആക്ട് ചെയ്യാം. 9, വാട്ട് ഈസ് ദ ഫൈനൽ സ്റ്റേജ് ഇൻ ഡേറ്റ പ്രോസസിംഗ്. അതാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ ടു ബെനിഫിഷ്യറീസ്. 10, വാട്ട് ഈസ് സോഴ്സ് ഡോക്യുമെന്റ്. സോഴ്സ് ഡോക്യുമെന്റ് ഈസ് പ്രിപ്പയർഡ് യൂസിംഗ് റെലവന്റ് ഡേറ്റ. ഫസ്റ്റ് സ്റ്റേജിൽ സോഴ്സ് ഡോക്യുമെന്റ് റെലവന്റ് ഡേറ്റ ഉപയോഗിച്ച് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ കമന്റ് ആയി പോസ്റ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.